ഹലോ. ഞങ്ങൾ അങ്ങനെ അത് രാവിലെ തന്നെ എവിടേക്കാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കല്ലേരി അമ്പലത്തിലൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാട്ടോ. ഞങ്ങളങ്ങനെ ഫാമിലി ആയിട്ട് അത് രാവിലെ ഒന്നുമല്ല, ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. കുഞ്ഞിനെ കൊണ്ട് 8 മണിയായി ഒന്ന് ഇറങ്ങാൻ പറ്റിയപ്പോൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ കല്ലേലി അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരുപാട് നാൾ കൊണ്ട് ആഗ്രഹിച്ച് ഇന്നാണ് സമയം കിട്ടിയത്. സമയം കിട്ടിയതെന്ന് മാത്രമല്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയം ഇന്നാണേ ഒത്തത്. അങ്ങനെ രാവിലെ ഇറങ്ങി. പക്ഷെ വെയിലുണ്ടെങ്കിലും ആ ഒരു വനപ്രദേശത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ തണുപ്പുണ്ട്, എങ്കിലും ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ പോകേണ്ടതാണ്. എങ്കിലും ഒരു നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ആ വനത്തിൽ കൂടി ഇങ്ങനെ പോയപ്പോൾ. അവിടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ റോഡ് സൈഡിലൊരു അമ്പലമുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് അവിടെ കയറാൻ പറ്റിയിട്ടില്ല. ഇനി ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവിടെ ഞങ്ങൾ കയറുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അപ്പൂപ്പനെ കാണാമെന്ന് വെച്ചിട്ട് രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ വലിയ തിരക്കുണ്ടാവില്ല എന്ന് വെച്ചിട്ട് ചെന്നതാണ്. എങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പൂപ്പനെ കാണാനായിട്ട് എത്തി. എനിക്ക് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നത് താമ്പൂലം എടുക്കണം. താമ്പൂലം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടകാര്യം സാധിക്കും എന്നാണ് പറയാറ്. അങ്ങനെ താമ്പൂലം എടുത്ത് 13 നട തൊടണമെന്നുള്ളത് അതൊരു തൊഴുത്, ആ 13 നട തൊഴുത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടകാര്യം സാധിക്കാനായിട്ട് നമ്മൾ വഴിപാട്, അത് അവിടുത്തെ നേർച്ചയാട്ടോ. അങ്ങനെ അവിടുത്തെ ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ആറ്റിലൊക്കെ ഒന്ന് ഇറങ്ങാം. അങ്ങനെ ആറൊക്കെ കാണാനായിട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു പാലമുണ്ട്. അവിടെയൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോകുന്നുണ്ട്.